UAE-യിൽ വലിയ മഴയാണ്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ട് രാജ്യത്തെ വിദ്യാലയങ്ങളൊക്കെ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയിട്ടുണ്ട്. പാർക്കുകളും ബീച്ചുകളും വൻകിട മാർക്കറ്റുകളും ഒക്കെ അടച്ചു. ഇന്ന് വൈകുന്നേരം വരെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായിട്ട് സുരേഷ് വെള്ളിമുറ്റമുണ്ട് നമുക്കൊപ്പം. സുരേഷ്, ഈ മഴ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നു ദുബായിലൊക്കെ. ഇപ്പോൾ വീണ്ടും മഴ കൂടുതൽ കടുത്തു. അതും സ്കൂളുകളൊക്കെ ഓൺലൈൻ പഠനത്തിലേക്ക് മാറുന്നു, ഷോപ്പിംഗ് മോളുകളൊക്കെ അടയ്ക്കുന്നു. അങ്ങനെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോവുകയാണോ? എങ്ങനെയുണ്ട് മഴ? പ്രത്യേകിച്ച് അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി മഴ ആരംഭിച്ചത്. അത് സില, മദീനത്ത് സായിദ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, അൽദഫ്ര അടക്കമുള്ള മേഖലകളിൽ, അതിനുശേഷം അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചയോട് കൂടിയിട്ട് ദുബായ്, ഷാർജ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ എല്ലാ മേഖലകളിലും മഴ ആരംഭിച്ചു. നല്ല കനത്ത മഴയായിരുന്നു പുലർച്ചെ റാസൽ ഖൈമയിലും ഫുജൈറയിലും അനുഭവപ്പെട്ടത്. ദുബായിലെ ജബൽ അലി വിമാനത്താവളം അടക്കമുള്ള മേഖലകളിലും നല്ല മഴ പുലർച്ചെ പെയ്തു. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം മഴ വീണ്ടും ശക്തി പ്രാപിച്ച് ആകാശമെല്ലാം ആകെ മൂടിക്കെട്ടി കനത്ത മഴയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയോര മേഖലകളിലും നല്ല മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. കനത്ത മഴയുടെ ഭാഗമായി നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം ഏപ്രിൽ 16-നാണ് രാജ്യത്ത് അതിശക്തമായ മഴ പെയ്തതും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഇത്തവണ രാജ്യമെങ്ങും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റി. സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ വർക്ക് ഫ്രം ഹോമിലേക്ക് ഇന്നും നാളെയും മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലും റിമോട്ട് വർക്കിംഗ് നൽകണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പാർക്കുകളും ബീച്ചുകളും അടച്ചു. മലയോര മേഖലയിലേക്കുള്ള എല്ലാ റോഡുകളും അടച്ചു. വാദിയിലേക്ക് പോകരുതെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. വിമാനയാത്രക്കാരെല്ലാം നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും വലിയ ജാഗ്രത തുടരുകയാണ്. മാത്രമല്ല RTA ദുബായ് മെട്രോ സർവീസ് കൂടുതൽ സമയത്തേക്ക് നീട്ടിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് അവസാനിക്കേണ്ട സർവീസ് പുലർച്ചെ 5 മണി വരെയാണ് നീട്ടിയിട്ടുള്ളത്. ഇങ്ങനെ വലിയ ജാഗ്രതയിൽ ഇപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞ തവണത്തെ പോലുള്ള വെള്ളപ്പൊക്കം ഇല്ല എങ്കിൽ പോലും 50 മില്ലിമീറ്റർ വരെ മഴ പെയ്യാമെന്നുള്ളതാണ് പ്രവചനം. ഇന്നും നാളെയും മഴ ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിൽ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ്. ശരി സുരേഷ്.